എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 15-16 വാക്യങ്ങൾ. യോഹന്നാൻ 19-15-16 വാക്യങ്ങൾ. അവരോ കൊന്നുകളക, കൊന്നുകളക, അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ 19 അധ്യായം 1 മുതൽ 16 വരെയുള്ള വേദഭാഗം പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുകയും വിട്ടയക്കാൻ ആഗ്രഹിക്കുകയും അതിന് ശ്രമിക്കുകയും എന്നാൽ യഹൂദ മത മേധാവികളുടെ നിർബന്ധപ്രകാരം ക്രൂശിക്കാൻ ഏൽപ്പിക്കുന്നതുമാണ്. ചരിത്രത്തിൻ്റെ രംഗവേദിയിൽ നിന്നും ദുഃഖകരമായ തരത്തിൽ വിട പറയേണ്ടി വന്ന ഒരു ദുരന്ത കഥാപാത്രമാണ് പീലാത്തോസ്. തൻ്റെ മുൻപിൽ വിസ്തരിക്കപ്പെട്ട യേശു നിരപരാധിയും നിഷ്കളങ്കനുമാണെന്നും അദ്ദേഹത്തിനെതിരെ യഹൂദന്മാർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു നിര ഭോഷ്ക് മാത്രമാണെന്നും അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. യേശുവിനെ വിട്ടയക്കാൻ പീലാത്തോസ് തീവ്രമായി ആഗ്രഹിച്ചു എങ്കിലും യഹൂദരുടെ സമ്മർദ്ദങ്ങൾക്ക് അദ്ദേഹം വഴങ്ങുകയും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്നതിന് സമ്മതം കൊടുക്കുകയും ചെയ്തു. ചരിത്രത്തിൻ്റെ ചവറുകൊട്ടയിൽ അയാൾ ഉപേക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? യേശുവിനെ അഭിമുഖീകരിക്കുന്ന നമുക്കും ഈ സാധ്യതയുണ്ടോ എന്ന് ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ, ഒന്ന്, തന്നെ നിരന്തരം വേട്ടയാടിയിരുന്ന ഒരു ഭൂതകാലത്തിൻ്റെ തടവുകാരനായിരുന്നു പീലാത്തോസ്. AD 26 ഗവർണറായ അയാൾ 35 വരെ ആ സ്ഥാനത്ത് തുടർന്നു. യഹൂദ വികാരങ്ങളോട് യാതൊരു മാർദ്ദവവും കാണിക്കാത്ത ഒരു ഗവർണറായിരുന്നു അദ്ദേഹം. റോമൻ ചക്രവർത്തിയോട് ചക്രവർത്തി പോലും പ്രതീക്ഷിക്കാത്ത ആദരവ് പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമായി ഗവർണറുടെ യെരുശലേം സന്ദർശന വേളയിൽ റോമൻ പതാകയിലുള്ള റോമൻ ചക്രവർത്തിയുടെ രൂപം എടുത്തു മാറ്റാൻ ഗവർണർ വിസമ്മതിച്ചു. രൂപങ്ങളോടും വിഗ്രഹങ്ങളോടും കഠിനമായ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന യഹൂദരുടെ വികാരം മനസ്സിലാക്കി മുൻ ഗവർണർമാർ പതാകയിലുള്ള രൂപം മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് പീലാത്തോസ് തയ്യാറാകാതിരുന്നപ്പോൾ ശക്തമായ എതിർപ്പാണ് യഹൂദർ അതിനെതിരെ പ്രകടിപ്പിച്ചത്. പൊതുജന വികാരത്തിന് മുൻപിൽ ഒടുവിൽ അയാൾക്ക് വഴങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ യെരുശലേം നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു ജലവിതരണ കനാൽ പണിയുന്നതിന് അയാൾ തീരുമാനിച്ചതും വലിയ എതിർപ്പ് വിളിച്ചു വരുത്തി. അത് പണി കഴിപ്പിക്കുന്നതിന് യെരുശലേം ദേവാലയ ഭണ്ഡാരത്തിലെ പണം ഉപയോഗിക്കാൻ അയാൾ തീരുമാനിച്ചതാണ് പ്രശ്നം. ഇവ കാരണം റോമൻ ചക്രവർത്തിയുടെ മുൻപാകെയുള്ള പീലാത്തോസിന്റെ നില വളരെ പരുങ്ങലിലായിരുന്നു. ഇത് മുതലെടുത്താണ് യേശുവിനെ ക്രൂശിക്കുന്നതിനുള്ള വിധി പുറപ്പെടുവിക്കുന്നതിന് പീലാത്തോസിനെ അവർ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ചക്രവർത്തിയുടെ മുൻപാകെ നിരപ്പ് പ്രാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ യഹൂദരുടെ മുൻപിൽ കുറെ കൂടെ ശക്തനാകാൻ അയാൾക്ക് കഴിയുമായിരുന്നു. യഹൂദന്മാരെ ചക്രവർത്തിയുടെ മുൻപാകെ തനിക്കെതിരെ പരാതിപ്പെട്ടാൽ അത് തൻ്റെ സ്ഥാനം തെറിപ്പിക്കും എന്നുള്ള ഭയം നീതിന്യായങ്ങളെയും സത്യത്തെയും നിഷേധിക്കുന്നതിനുള്ള മുഖാന്തരമായിരുന്നു. രണ്ടാമത്, പീലാത്തോസിന്റെ അഭ്യുന്നതിയെ ആഗ്രഹിച്ചിരുന്ന യഥാർത്ഥ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും
നല്ല ആലോചനകൾ സ്വീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്നത് മറ്റൊരു കാരണമാണ്. നീതിമാനായ യേശുവിൻ്റെ കാര്യത്തിൽ അനീതിപരമായ ഇടപെടൽ ഉണ്ടാകരുതെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ നൽകിയ ഉപദേശം സ്വീകരിക്കാൻ പിലാത്തോസിന് കഴിയാതെ പോയി. വിചാരണയുടെ മുഴുവൻ സന്ദർഭങ്ങളിലും യേശുവുമായി ആശയവിനിമയം നടത്താനുള്ള സുവർണ അവസരം പീലാത്തോസിനുണ്ടായിരുന്നു. എന്നാൽ ഹൃദയമടച്ചു വെച്ച് ഈ കാര്യങ്ങളിൽ ഇടപെട്ടതുകൊണ്ട് യേശുവിൻ്റെ സംവേദനങ്ങൾ സ്വീകരിക്കാൻ അയാൾക്ക് കഴിയാതെ പോയി. മൂന്നാമത്, താൻ സത്യത്തിന് സാക്ഷി വഹിക്കാൻ വന്നവനാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ അതിനോടുള്ള പീലാത്തോസിന്റെ പ്രതികരണം സത്യമെന്നാൽ എന്താണ് എന്ന മറുചോദ്യമായിട്ട് നമ്മൾ 18-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ ചോദ്യം അയാൾ ഉയർത്തിയെങ്കിലും ഉത്തരം ശ്രദ്ധിക്കാനോ സത്യം ആഗ്രഹിക്കാനോ പരിശ്രമിച്ചില്ല. അധികാരത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും മറ്റുമുള്ള യേശുവും പീലാത്തോസും തമ്മിലുള്ള സംഭാഷണങ്ങൾ തൻ്റെ സ്ഥാനത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും മറ്റും ഒരു നിമിഷം ധ്യാനിക്കുന്നതിനും വിചിന്തനം ചെയ്യുന്നതിനും അയാളെ പ്രേരിപ്പിക്കേണ്ടതായിരുന്നു. ഉയരത്തിൽ നിന്നും നൽകപ്പെട്ടതല്ലെങ്കിൽ ഒരധികാരവും അധികാരമല്ല എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഗവർണർ എന്ന പദവി ഉണ്ടായിരുന്നെങ്കിലും ചരിത്രത്തിൻ്റെ കുപ്പത്തൊട്ടിയിലുള്ള സ്ഥാനം മാത്രമേ അയാൾക്ക് ലഭിച്ചുള്ളൂ. യേശുവിൻ്റെ വിചാരണ നടന്ന ദിവസം പീലാത്തോസിന് എത്തിപ്പിടിക്കാൻ കഴിയാതിരുന്ന ഔന്നത്യം അയാളുടെ ജീവിതത്തിൻ്റെ തന്നെ നഷ്ടമായി പോയി എന്ന് നമുക്കറിയാം. അപ്പോൾ സംവേദനങ്ങളുള്ള ഒരുതരം മരവിപ്പാണ് ഇവിടെ പീലാത്തോസിനെ ഒരു ദുരന്ത കഥാപാത്രമാക്കുന്നത്. ഈ ഭാഗം നമ്മളോട് പറയുന്നു, സത്യം എന്തെന്നറിഞ്ഞിട്ടും ഭോഷ്കിനെ സ്വീകരിക്കുന്ന ജീവിത പരാജയം സംഭവിക്കുമ്പോൾ ലോകത്തെ നിലനിർത്തുന്ന സത്യം കുരിശിലേറ്റപ്പെടുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുക. പലവിധമായ കാരണങ്ങളാൽ തെറ്റായ നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ അവയെ യഥാസമയം തിരുത്തുകയും അനുരഞ്ജനപ്പെടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പരിഹരിക്കപ്പെടാത്ത കണക്കുകൾ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മെ അകറ്റി മാറ്റുമെന്ന് പീലാത്തോസ് പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ നല്ല സ്വാധീനങ്ങൾ നൽകപ്പെടുന്നതിന് ദൈവം നൽകിയ ജീവിത സഹയാത്രികർ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? അവരുടെ ഉപദേശങ്ങൾ കേൾക്കാതിരിക്കത്തക്ക വിധം നമ്മുടെ ആത്മീയ കാതുകൾ ബധിരമാകാറുണ്ടോ? തുറന്നു വരിക എന്ന് പറയുന്ന ദൈവിക ചികിത്സാക്രമം നമുക്ക് അനുഭവവേദ്യമാക്കണം. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മെയും ഈ ഒരു പീലാത്തോസിന്റെ മനോഭാവത്തിന് മുൻപിൽ വിശകലനം ചെയ്യാം. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ ജീവിക്കുമ്പോൾ കർത്താവെ, സാഹചര്യങ്ങളുടെ ഇരയായി പോകാതെ വണ്ണം ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിലും കൃപയിലും അടിയങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതലിലും കരുണയിലും കയ്യൊപ്പിലും വഴി നടത്തണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ എന്നുമെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.